ഹായ് ചെങ്ങന്മാരെ, അപ്പോൾ നമ്മൾ മൈസൂർ ടൗണിലെത്തിയിട്ട മൈസൂർ ടൗണിൽ നമ്മൾ എത്തിയത് ഏകദേശം രാത്രി ഒരു 11 മണിയോളായ ടൈമിലാണ് കേട്ടോ. അപ്പോൾ മൈസൂർ ടൗണിലെത്തിയപ്പോൾ ജസ്റ്റ് രാത്രികാല കാഴ്ചകളൊന്ന് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മൊബൈൽ ക്യാമറ ഓണാക്കി വെച്ചതാണ്. അതിങ്ങനെ ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ശരിക്കും ഞാൻ നെട്ടിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങളാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടായത് എന്നുള്ളതാണ്. നമ്മൾ കേരള വണ്ടിയായിട്ട് ഈ സമയത്തൊക്കെ രാത്രിയിൽ കേൽ വണ്ടി കണ്ടാൽ മതി, നേരെ വന്ന് ഓട്ടോക്കാരും മറ്റുള്ളവരൊക്കെ വന്നിട്ട് നേരെ ചോദ്യം റൂം വേണോ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നത്തെ ചോദ്യം എന്താ പറയുക, പിന്നെ എന്ത് വേണം, എന്താ വേണ്ടത്, എന്ത് ഒരുക്കി തരാൻ അവർ തയ്യാറാണെന്നാണ്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ചോദ്യം കേട്ട് അന്തം വിട്ടുപോയ നിമിഷങ്ങളാണ് കേട്ടത്. ഇപ്പോൾ പാലസിൻ്റെ മുമ്പിലൂടെ പോണത്, ബൈക്കിൽ വരുന്നു, ഓട്ടോയിൽ വരുന്നു, ഇതൊന്നും ഞങ്ങൾ ക്യാമറ പകർത്തിയിട്ടില്ല. പക്ഷേ അവിടെ പോയി ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പെട്ടവർക്ക് അറിയാമായിരിക്കും ഈ അനുഭവങ്ങളൊക്കെ. അതുകൊണ്ട് ഈ പോവാത്തവരോട് പറയാണ്, ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഒരിക്കലും അങ്ങനെയൊന്നും വന്ന് ചാടരുത്, പെട്ടുപോകരുത്. ഇതൊരു ഓട്ടോക്കാരനാണ്, ഇവർ എന്താ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. റൂം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് എന്തുകൊണ്ട് റൂം വേണ്ടെന്ന്, ഇവരോട് റൂം വേണ്ടെന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയാത്ത ആൾക്കാരാണ്, ഇവരിപ്പോൾ ഏത് ഗല്ലിയിൽ കൊണ്ടുപോകുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് റൂം വേണ്ടെന്ന് പറഞ്ഞത്. നമ്മൾ ജസ്റ്റ് നമുക്ക് തന്നെ പോയി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ റൂം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരുടെ ചോദ്യം എന്താ പറയുക, എന്താ പിന്നെ വേണ്ടത് എന്നുള്ളതാണ്. എന്ത് വേണമെങ്കിലും റെഡിയാണ്, എന്ത് വേണമെങ്കിലും ഓരോരുത്തുണ്ട്. അപ്പം എല്ലാവരും വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്തത്. നമ്മോട് ചോദിച്ച ആൾക്കാരുടെ മുഖം ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മൈസൂർ ടൗണിൻ്റെ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തു എന്ന് മാത്രം. അപ്പം മൈസൂർ ടൗണിൽ രാത്രി കാലങ്ങളിലൊക്കെ വന്ന് പെട്ടവർക്ക് അറിയായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഈ സമയമൊക്കെ ആയി കഴിഞ്ഞാൽ 10-11 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നീട് ടൗണിലേക്കൊന്നും അധികം പോവാതെ എവിടെയെങ്കിലും ജസ്റ്റ് റൂം എടുത്ത് നിൽക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവരിപ്പോൾ ഏത് കോലത്തിലാണ് എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഇവരുടെ കൂട്ടത്തിൽ റൂമുണ്ടെന്ന് പറഞ്ഞൊന്ന് കയറി പോവാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.